ആർട്ടിക്കൽ റഷ്യയും നാറ്റോ സഖ്യ രാജ്യങ്ങളും തമ്മിലുള്ള അദൃശ്യമായ സൈനിക ശീതയുദ്ധം അതീവ ഗുരുതരമായ അവകാശപ്പോരിലേക്ക് വഴിമാറുകയാണ്. നാറ്റോ സഖ്യത്തിലെ ഏറ്റവും തന്ത്രപ്രധാന രാജ്യങ്ങളിൽ ഒന്നായ നോർവേയുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് റഷ്യൻ വ്യോമസേന നടത്തിയ വൻ വ്യോമാഭ്യാസം യൂറോപ്പിലാകെ കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലാണെങ്കിലും നാറ്റോയുടെ പ്രതിരോധ വലയത്തെ പരീക്ഷിച്ചുകൊണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നതോടെ നോർവേ തങ്ങളുടെ അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളെ പ്രത്യാക്രമണത്തിനായി ആകാശത്തേക്ക് പായിക്കുകയായിരുന്നു. റഷ്യൻ വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ തുപിഹെൽ Tu-160 തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങളാണ് ഈ സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയത്. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും അതിവേഗത്തിൽ പറക്കുന്നതുമായ ഈ സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങൾക്ക് ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. നാറ്റോയുടെ തൊട്ടടുത്ത അതിർത്തിയായ ബാരൻസ് കടലിന് മുകളിലൂടെ ഈ റഷ്യൻ രാക്ഷസ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് നോർവീജിയൻ സൈന്യത്തെ പെട്ടെന്ന് തന്നെ ജാഗരൂകരാക്കി. വെറുമൊരു ബോംബർ വിമാനം മാത്രമല്ല, ഇതിനകമ്പടിയായി റഷ്യയുടെ അതിവേഗ യുദ്ധവിമാനങ്ങളായ MiG-31BM ഇന്റർസെപ്റ്ററുകളും ആകാശത്തുണ്ടായിരുന്നു. ആർട്ടിക്കിലെ കഠിനമായ കാലാവസ്ഥയിലും ശത്രു വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകൾ വഹിച്ചുകൊണ്ടാണ് MiG വിമാനങ്ങൾ ബോംബറുകൾക്ക് സുരക്ഷയൊരുക്കിയത്. ഏകദേശം 16 മണിക്കൂറിലധികം നീണ്ടുനിന്ന അതിദീർഘമായ ദൂരപരിധിയിലുള്ള പട്രോളിംഗ് ആണ് റഷ്യൻ പൈലറ്റുമാർ ഈ മേഖലയിൽ നടത്തിയത്. റഷ്യൻ വ്യോമസേനയുടെ ഈ അപ്രതീക്ഷിത വ്യൂഹം നാറ്റോയുടെ ഉത്തരവാദിത്ത മേഖലയ്ക്ക് സമീപത്തേക്ക് അടുത്തതോടെ നോർവേയുടെ റോയൽ എയർഫോഴ്സ് അടിയന്തര നടപടി സ്വീകരിച്ചു. നാറ്റോയുടെ ക്വിക്ക് റിയാക്ഷൻ അലേർട്ട് മിഷന്റെ ഭാഗമായി നോർവേയിലെ ഈവനസ് എയർ സ്റ്റേഷനിൽ നിന്നും 2 F-35A 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ നിമിഷങ്ങൾക്കകം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം തങ്ങളുടെ അതിർത്തിയെ ബാധിക്കാതിരിക്കാൻ നോർവേ നടത്തിയ ഏറ്റവും വേഗതയേറിയ നീക്കമായിരുന്നു ഇത്. ആകാശത്ത് വെച്ച് റഷ്യൻ ബോംബറുകളെയും MiG വിമാനങ്ങളെയും നോർവീജിയൻ F-35 പൈലറ്റുമാർ വിജയകരമായി കണ്ടെത്തുകയും അവയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ നിർമ്മിതമായ F-35 വിമാനങ്ങളുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച റഷ്യൻ വിമാനങ്ങളുടെ ഓരോ നീക്കവും അവർ കൃത്യമായി നിരീക്ഷിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് റഷ്യൻ വിമാനങ്ങൾ നാറ്റോയുടെ വ്യോമാതിർത്തിയിൽ നിന്ന് അകന്നു പോകുന്നത് വരെ F-35 വിമാനങ്ങൾ അവയെ പിന്തുടർന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ബാരൻസ് കടലിൽ നിന്ന് ആരംഭിച്ച് നോർവീജിയൻ കടലിലേക്ക് നീണ്ട റഷ്യൻ വിമാനങ്ങളുടെ ഈ യാത്ര രാജ്യാന്തര വ്യോമാതിർത്തിയിലൂടെയാണ് കടന്നുപോയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പിന്നീട് വ്യക്തമാക്കി. തങ്ങളുടെ പതിവ് പെട്രോളിംഗ് മാത്രമാണിതെന്നും മറ്റു രാജ്യങ്ങളുടെ അതിർത്തി ലംഘിച്ചിട്ടില്ലെന്നും മോസ്കോ അവകാശപ്പെടുമ്പോഴും നാറ്റോയെ ഭയപ്പെടുത്താനും തങ്ങളുടെ സൈനിക ശേഷി പ്രകടിപ്പിക്കാനുമുള്ള വ്ളാഡിമിർ പുടിന്റെ തന്ത്രപരമായ നീക്കമായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത്. റഷ്യൻ വ്യൂഹം നാറ്റോയുടെ നിരീക്ഷണ വലയത്തിന് പുറത്താകുന്നത് വരെ നോർവീജിയൻ പൈലറ്റുകൾ ആകാശത്ത് കടുത്ത ജാഗ്രത തുടരുകയായിരുന്നു. ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങളും യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുണ്ടായ കടുത്ത ഭിന്നതയുമാണ് ആകാശത്തെ ഈ നേർക്കുനേർ പോരാട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം. വരും ദിവസങ്ങളിലും ആർട്ടിക് അതിർത്തികളിൽ ഇത്തരം വ്യോമ സംഘർഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്.